എന്റെ കൈയുടെ ഇത് മായ, ഇത് സുജാത, ഇത് ദിവ്യ, ഇത് ശരണ്യ. പ്രായം തമ്മിൽ മോഹം നൽകി, മോഹം തന്നിൽ പ്രേമം നൽകി, പ്രേമം തന്നിൽ രാഗം നൽകി, രാഗം മൂലാലീനം നൽകി. പ്രണയിക്കാത്ത ആരാണുള്ളത്? ആരുമില്ല. എല്ലാരും പ്രണയിക്കുന്നു, അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഒക്കെ പ്രണയിക്കുന്നു. ചേട്ടാ, ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണ്. പ്രണയത്തെ പറ്റി ചേട്ടൻ രണ്ടു വാക്ക്. ചേട്ടച്ചേരിയിൽ അരികറി വെച്ച കാലം മുതൽ എൻ്റെ അമ്മയുടെ പ്രണയം നഷ്ടപ്പെട്ടവനാണ് ഞാൻ. പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ചിറകൊടിഞ്ഞ കിനാക്കളാണ് മൊത്തം നിൽക്കുന്നത്. അതിലും ഉപരി എനിക്ക് പറയാനുള്ളത്, പ്രായത്തിനെ ബഹുമാനിക്കുന്ന പെൺകുട്ടികളും കലാസ്നേഹികളുമായ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. പ്രായം തമ്മിൽ മോഹം നൽകി, മോഹം തന്നിൽ പ്രേമം നൽകി, പ്രേമം തന്നിൽ രാഗം നൽകി, രാഗം മൂലാലീനം നൽകി. ഒന്ന് പാടൂ പ്രിയമുള്ളവരെ. പ്രിയമുള്ള കലാസ്നേഹികളെ, ഞാൻ പ്രണയിച്ച കാലം മുതൽ പ്രണയിച്ചവരെല്ലാം പോയതിൻ്റെ ഓരോ അടയാളമാണ് എൻ്റെ കയ്യിൽ കിടക്കുന്നത്. എൻ്റെ കൈയുടെ ഇത് മായ, ഇത് സുജാത, ഇത് ദിവ്യ, ഇത് ശരണ്യ, ഇത് രേവതി. അങ്ങനെ പ്രണയിക്കുക. ഇത് അടുത്തത് കിടക്കുന്ന ഇപ്പൊ ഞാൻ വെൺമേഘ ഹംസങ്ങൾ തൊഴുതു വലം വെച്ച് സിന്ദൂരമാകുന്ന സായൻ സന്ധ്യയിൽ പ്രണയിക്കുകയായിരുന്നു ഞാൻ. അന്ന് ഈ പച്ചൻ പഴയ കൊച്ചുമീനാക്ഷിയെ പിടിച്ച് കദളിവാഴ തോപ്പിലിട്ട് കൊണ്ടുപോയി ഏലത്തോപ്പിലിട്ട് കളിച്ച കുമാരിയുടെ നെഞ്ചിൽ ചേർത്ത് ചാർത്തിയപ്പോൾ മംഗലശ്ശേരി നീലകണ്ഠൻ പറഞ്ഞു, വേണ്ട, ആനിലെ പോലെ ഇരുന്ന് എന്റെ മകളുടെ അടിവേറെ കച്ചിത്തുരുമലാക്കി തൂക്കി, നീയാണ് എന്റെ മകളുടെ ഭർത്താവ്. ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനടയിൽ KL-23 36 വാഹനം മാറ്റി പാർക്ക് ചെയ്യുന്നതാണ്. പ്രണയത്തെ പറ്റി എന്താ അഭിപ്രായം? പ്രണയം ഉണ്ടോ? പ്രണയം ഉണ്ട്. ഇല്ല. സിംഗിൾ ആണോ? സിംഗിൾ അല്ല. വീട്ടിൽ കുഴപ്പമില്ല. ഇതൊക്കെ വീട്ടിൽ വരുന്നതല്ലേ? കുഴപ്പമില്ല, പറഞ്ഞോ. ഒരു അക്കാഡമി. പ്രണയിക്കാത്ത ആരാണുള്ളത്? ആരുമില്ല. എല്ലാരും പ്രണയിക്കുന്നു, അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഒക്കെ പ്രണയിക്കുന്നു. എന്തോ പറയേണ്ടത്? ഇപ്പോഴത്തെ തലമുറയുടെ പ്രണയ രീതി എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം പണ്ടത്തെ രീതി ഓൾഡ് സ്കൂൾ അല്ലല്ലോ. ഇപ്പം സിറ്റുവേഷൻഷിപ്പ് ഉണ്ട്, ബ്രെഡ് ക്രമ്മിങ് ഉണ്ട്, അതേപോലെ പല പല ഷിപ്പുകളും ഉണ്ട്. അപ്പം ഒരു ഓൾഡ് സ്കൂൾ എന്ന നിലയിൽ ഇപ്പം പ്രണയത്തെ നമുക്ക് പറയാൻ പറ്റത്തില്ല, മാറി. ഇപ്പം ശ്രുതി ഇതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? അതിപ്പം ഇപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിലാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഓൾഡ് സ്കൂൾ ടൈപ്പാണ്. ഇപ്പോഴത്തെ ആ ഒരു രീതിയിലല്ല. പ്രണയിക്കൂ, തുറന്ന് പ്രണയിക്കൂ, എക്സ്പ്രസീവായിട്ട് പ്രണയിക്കൂ, എല്ലാ പ്രായത്തിലും പ്രണയിക്കൂ. പ്രണയത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? പ്രണയത്തെ കുറിച്ച് പറയുമ്പോ അത് അനുഭവിക്കേണ്ടതാണ്, പറഞ്ഞ് മനസ്സിലാക്കേണ്ടതല്ലോ. ഇറ്റ്സ് ഫീലിംഗ്. ഇപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ദേവിക അല്ലേ? ആ ഫീലിങ്സ് ആണോ ഇത്? അതെ, ആണോ? അറിയില്ല. അത് ആക്ച്വലി പുള്ളിയുടെ ഇൻഡിവിജ്വൽ ഫീലിംഗ് ആണല്ലോ. ദേവിക്ക് അങ്ങോട്ടൊരു ഫീലിങ്സ്. എനിക്ക് ആക്ച്വലി ഫീലിങ്സ് മാത്രം ഞാൻ പറയത്തില്ല. അത് ആക്ച്വലി ഒരു എന്താ, നമുക്ക് ഒരാളോട് അതൊരു വാലന്റൈൻസ് ഡേ ഒരു പ്രണയ ഡേ ആണെന്ന് മാത്രം ഞാൻ പറയില്ല. ആക്ച്വലി ഒരാളോട് നമ്മൾ എന്താണ് നമ്മുടെ ലൈഫിൽ ചൂസ് ചെയ്യുന്ന ഒരാളോട് നമുക്ക് കീപ്പ് ചെയ്യേണ്ട ഫീലിങ്സ്, ഇന്റിമസി എല്ലാം ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തോട് ഒരു പ്രണയം തോന്നുന്നില്ലെന്നാണോ? പ്രണയമല്ല, ആക്ച്വലി നമ്മൾ പ്രണയത്തിന്റെ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നല്ലേ. ഈ പ്രണയത്തെ കുറിച്ച് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഈ നമ്മുടെ ഈ ന്യൂജൻ ചെറുപ്പക്കാരോ പിള്ളേരോട് എന്തെങ്കിലും പറയാൻ? എനിക്ക് ന്യൂജൻ പിള്ളേർ കാണിക്കുന്ന പ്രണയം തോന്നിയിട്ടില്ല. തോന്നിയിട്ടില്ല. പിന്നെ ചിലരുണ്ട്, കീപ്പ് ചെയ്യുന്നവരുണ്ട്. ലവ് ഇസ് ആക്ച്വലി ഗുഡ്, നല്ലതാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും. അടുത്ത വർഷം നമ്മൾ ഇവിടെ തന്നെ കാണട്ടെ. ചേച്ചി പ്രണയിച്ച് കല്യാണം കഴിഞ്ഞതല്ലേ? അപ്പോൾ അതിനുള്ള ഒരു എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എവിടെ വെച്ചിട്ടായിരുന്നു ചേട്ടനെ കണ്ടുപിടിയത്? ചേട്ടൻ്റെ പേര്? അരവിന്ദ്. നല്ല പേര്. എവിടെ വെച്ചിട്ടായിരുന്നു കണ്ടുപിടിയത്? നമ്മൾ കോളേജിൽ ഒരുമിച്ചായിരുന്നു. കോളേജിൽ ഒരുമിച്ച്? കോളേജ് ഏത് കോളേജിൽ? നമ്മൾ പേയാട് അവിടെ കോളേജിൽ വെച്ചിട്ടായിരുന്നു.
അവിടെ ഒരുമിച്ച് പഠിച്ച് ഓക്കെ ഓക്കെ ഒരുമിച്ച് പഠിച്ചു, ഡിഗ്രി കഴിഞ്ഞു, ഒരുമിച്ച് വേറെ വർക്ക് ചെയ്തു. അതിനുശേഷം വീട്ടിൽ പറഞ്ഞു കല്യാണം കഴിക്കും. വീട്ടിൽ പറഞ്ഞപ്പോഴും അന്നേരം തന്നെ സമ്മതിച്ചോ? ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ആയിരുന്നു. ഓക്കെ. ഈ പ്രണയിച്ച് നടന്ന സമയത്തെ ഇതുപോലെ ഈ കനകക്കുന്ന് പ്ലേസ് സ്ഥലങ്ങളിലൊക്കെ വന്നിരിക്കാറുണ്ടായിരുന്നു അങ്ങനെ? ഈ അതെ, പേടിയായിരുന്നു അന്നൊക്കെ, ഭയങ്കര പേടിയായിരുന്നു. ഓക്കെ, അതുകൊണ്ട് അങ്ങനെയൊന്നും വന്നിട്ടില്ല. നമ്മളെ ഇന്നത്തെ ന്യൂജൻ കാലഘട്ടത്തിൽ പിള്ളേരോട് പ്രേമത്തെക്കുറിച്ച്, അതായത് ഇപ്പം സമൂഹത്തിൽ ഇപ്പോൾ ഒന്ന് പോയാൽ മറ്റൊന്ന് തേടി നടക്കുന്ന യുവത്വമാണല്ലോ. ഒന്ന് പോയി കഴിഞ്ഞാൽ അവൾ പോട്ടടാ, നമുക്ക് അടുത്ത് സെറ്റാവും എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ കാലഘട്ടത്തിനോട് ചേച്ചിക്ക് എന്ത് പറയാനുണ്ട്? പ്രേമിക്കണമെങ്കിൽ സിൻസിയർ ആയിട്ട് പ്രേമിക്കണം, ഇല്ലെങ്കിൽ ആ പണിക്ക് പോകരുത്. ആദ്യമായി ചേച്ചിക്ക് കിട്ടിയൊരു ഗിഫ്റ്റ് ചേട്ടൻ്റെ കയ്യിൽ നിന്ന്? ചേട്ടൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ചോക്ലേറ്റ് ആണ്. അതാണ് ഓർമ്മയിലുള്ളത്. ഓക്കെ, ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ടല്ലോ? ഉണ്ട്. പൊതുവിലെ ഞാൻ പറയും, പ്രണയിച്ച് നടക്കുക, പക്ഷെ അതിനൊരു ഭംഗിയാണ്. കല്യാണം കഴിഞ്ഞാൽ ആ ഭംഗിയൊക്കെ അങ്ങ് മാറും. ചേച്ചിയുടെ ജീവിതത്തിൽ ആ ഭംഗിയില്ലെന്നാണ് പറയുന്നത്? ഉണ്ട്, ഇല്ലാന്നല്ല, പക്ഷെ അത്ര കളറല്ല. ചേച്ചി അതായത് പറയുന്നത് കല്യാണം കഴിഞ്ഞ് കൂട്ടിലകപ്പെട്ട കിളിയാണെന്നാണ് പറയുന്നത്. എടാ മതിയടാ.